ഇവിടെ ശ്രീ സജീവൻ കൂടിയുണ്ട്. ശ്രീ സജീവൻ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾക്കറിയാം. കാരണം വിമർശിക്കുന്നവരെ, എതിർക്കുന്നവരെ ജനാധിപത്യപരമായി ആ വിമർശനങ്ങളെ കേൾക്കാനുള്ള സഹിഷ്ണുതയ്ക്കപ്പുറം അതിനെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് പോകുന്ന ഒരു ഭരണകൂട സംവിധാനം നിൽക്കുന്നു. സംഘ്പരിവാർ രാഷ്ട്രീയം, ആ പ്രത്യയശാസ്ത്രം അത്രമേൽ ആഴത്തിൽ, അത്രമേൽ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട, അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലത്താണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ ഇന്ത്യ സഖ്യം പോലെയൊക്കെയുള്ളൊരു പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യം എത്രമാത്രം ദുർബലമാണ് എന്ന് നമ്മൾക്കറിയാം. പാർലമെൻറ്റിനകത്താകട്ടെ പുറത്താകട്ടെ, അവിടെയാണ് ആ സഖ്യത്തോടൊപ്പം രാഷ്ട്രീയമായി നിൽക്കുകയും എന്നാൽ തനതായ രീതിയിൽ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാജ്യത്തെ ഇടതു പാർട്ടികൾ, അതിൽ തന്നെ അതിനെ നയിക്കുന്ന CPIM. ഇപ്പോൾ കർഷക സമരം നമ്മൾക്കറിയാം. കർഷക സമരത്തിന് കർഷകരുടെ ഒരു വലിയ വികാരത്തിൽ നിന്ന് രൂപപ്പെട്ട് മുന്നോട്ട് പോയ ആ സമരത്തിന് ദിശാബോധം കൊടുത്ത ഒരു സംഘടന എന്ന് പറയുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയാണ്. ആ കിസാൻ സഭ എന്ന് പറയുന്നത് CPIMൻ്റെ വർഗ ബഹുജന സംഘടനയാണ്. ആ സമരത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നമ്മൾക്കറിയാം, ഈ സമരത്തിൻ്റെ ആദ്യ രൂപമായി നടന്നിട്ടുള്ള കിലോമീറ്ററുകൾ താണ്ടിയുള്ള കർഷകരുടെ മാർച്ച് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ പൊതുപണിമുടക്ക് രാജ്യത്ത് വരാൻ പോകുന്ന സാഹചര്യം. അപ്പോൾ ഈ പ്രതിപക്ഷ രാഷ്ട്രീയം വളരെ മൂർച്ചയോടെ ഒരു രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഈ ഇന്നത്തെ മോദി ഭരണകൂടത്തെ, സംഘ്പരിവാറിൻ്റെ കടന്നാക്രമണത്തെ ഒക്കെ എതിർക്കാനും വിയോജിക്കാനുമുള്ള ജനാധിപത്യപരമായ അവകാശത്തെ നിഷേധിക്കുന്നതിനെതിരായ പോരാട്ടത്തെ ആ രാഷ്ട്രീയം ശക്തമായി ഉണ്ടെങ്കിലേ നേരിടാനാകൂ, പ്രതിരോധിക്കാനാകൂ, യാതൊരു സംശയവും. അവിടെ CPIM അതിൻ്റെ പാർട്ടി കോൺഗ്രസിലൂടെ അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തെ തീർപ്പിലെത്തിക്കുന്നു. അടവ് നയം എങ്ങനെ വേണം തുടർന്ന് അങ്ങോട്ട് എന്ന കാര്യത്തിലെത്തുന്നു. ആ അടവ് നയം നടപ്പാക്കുന്നതിൽ സംഭവിച്ചിട്ടുള്ള ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നു. ആ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു സിനിമ പോലും ഒരു കച്ചവട സിനിമയാണ്. എമ്പുരാൻ എന്ന കച്ചവട സിനിമയ്ക്കകത്ത് ശക്തമായ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ പോലും അങ്ങേയറ്റം അസഹിഷ്ണുത കാട്ടിക്കൊണ്ട് അത് ഈ നിലയിൽ പാടില്ല എന്ന ഏറ്റവും വലിയ നിർബന്ധിത അവസ്ഥയിലേക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകരെ കൊണ്ടെത്തിക്കുന്ന വിധത്തിലേക്ക് രാജ്യഭരണം, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ പ്രത്യയശാസ്ത്രം എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് നവഫാസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഈ കാലത്ത് CPIMൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഗൗരവമായ രാഷ്ട്രീയ സാഹചര്യം, അതിൻ്റെ ഉള്ളടക്കം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കൺവീനറുമായിട്ടുള്ള പ്രകാശ് കാരാട്ട് പാർട്ടി സമ്മേളനം തുടങ്ങുന്ന 2 ദിവസം മുമ്പേ മാധ്യമത്തിന് കൊടുത്തുള്ള ഒരു അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു സഖ്യമാവരുത്. കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പ് അങ്ങേയറ്റം അപകടത്തിലാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വളരെ സുശക്തമായിട്ടുള്ള ഒന്നായിട്ട് മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തീമായിട്ട് പോലും വരാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ രാജ്യത്ത് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ദയനീയമായ കാര്യം ഇന്നലെ ആണല്ലോ ഈ പെരുന്നാൾ ഇന്ത്യയിൽ പല സ്ഥലത്തും നടന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഈ ഈദ്ഗാഹുകൾ, അതായത് ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് ഈ പ്രാർത്ഥന നടത്തുന്ന, ഈദുമായി ബന്ധപ്പെട്ട് ഈദ് പ്രാർത്ഥന നടത്തുന്ന അതിനെ ഉത്തർപ്രദേശിലൊക്കെ തടയുകയാണ് ചെയ്യുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവിടുത്തെ ഭരണത്തലവൻ, അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഈദ്ഗാഹുകളൊക്കെ അക്രമത്തിന്റെ വേദികളാകും, നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഹിന്ദുക്കളെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മതവിഭാഗം അവരുടെ വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ ദിനത്തിൽ, അവരുടെ ഒരു വലിയ ആഘോഷ ദിനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, നമുക്കറിയാം മുസ്ലിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബഹളമുണ്ടാക്കിയുള്ള പ്രാർത്ഥനയൊന്നുമല്ല. അവരുടെ നിസ്കാരം വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടിയുള്ള, അത് പോലും പാടില്ല എന്ന് പറയും. മാത്രമല്ല, ഹോളി ആഘോഷിക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ 1ഉം 2ഉം സംസ്ഥാനങ്ങളിലല്ലല്ലോ എല്ലാ പള്ളികളും ഈ ടാർപോളിൻ വെച്ച് മൂടിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ രാജ്യത്ത് അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പോ അതിനുശേഷമോ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടന ഊന്നിപ്പറയുന്ന ഒന്നാണ് മതേതരത്വം. ആ മതേതരത്വത്തിനെ പൂർണ്ണമായിട്ടും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ പോവുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതൊരു ജനത്തിന്റെ വികാര പ്രകടനമാണെന്ന്. ഇവിടെ ഭരണകൂടങ്ങളാണ് അതിനുവേണ്ടി ഇറങ്ങുന്നത്. കാരണം ഒരു തരത്തിലും മതേതരത്വം ഇവിടെ അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിനിമയുടെ കാര്യം, താങ്കൾ പറഞ്ഞ എമ്പുരാന്റെ കാര്യവും മറ്റു വേറെ കാര്യം, അത് അത്ര വലിയ പ്രശ്നമല്ല. അതിനേക്കാൾ ഭീകരമായ പ്രശ്നം ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന മതം പോലും
ആചരിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, നിങ്ങളുടെ പള്ളികൾ ജനം കാണേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പള്ളികൾ ജനം കാണേണ്ട എന്ന രൂപത്തിലേക്ക് പോകുന്നത് ഒരു മതേതര രാജ്യത്തിന്, മറ്റ് പാകിസ്ഥാനിൽ പക്ഷേ സംഭവിക്കാം, ബംഗ്ലാദേശിൽ സംഭവിക്കാം, മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് ഇതേപോലെ സംഭവിക്കാം. പക്ഷേ ഇന്ത്യയെ പോലെ, ഇന്ത്യയുടെ ഭരണഘടനയിലെ ഊന്നി പറയുന്ന മതേതരത്വവും ജനാധിപത്യവുമുള്ള ഒരു നാട്ടിൽ ഇത്തരത്തിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി അങ്ങോട്ടേക്ക് എന്താണ്? ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും വരാനിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ ബില്ല് പാർലമെന്റിൽ എത്തുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ജനാധിപത്യ ശക്തികൾ ഇത്തരത്തിലെ ഈ ഫാസിസത്തിനെതിരെ ഒന്നിക്കേണ്ട ശക്തികൾ ഒന്നിക്കണമെന്ന് പറയാൻ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുകയായിരുന്നു. പല പാർട്ടികളുടെയും സമ്മേളനങ്ങളുണ്ട്, പല പാർട്ടിയുടെയും ഈ വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്. അപ്പോഴൊക്കെ ചർച്ച ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളുമാണ്. ഇവിടെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ടതാണ് എന്ന്. ഇപ്പൊ BJP-യുടെ വളർച്ച, അതുകൂടി പറഞ്ഞു ഞാൻ നിർത്താം. BJP-യുടെ വളർച്ചയെ കുറിച്ച് പാർട്ടിയുടെ പ്രമേയത്തിൽ, രാഷ്ട്രീയ പ്രമേയത്തിൽ വരാൻ പോകുന്നു. അതിന് കാരണം പാർട്ടിക്ക് കൂടി ഒരു സ്വയം വിമർശനാത്മകമായിട്ടുള്ള ഒന്നായിട്ടാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. അത് ഒരു പത്രത്തിൽ വന്ന വാർത്തയും അതിനോട് ചേർത്തിട്ടുള്ള ഒരു കാർട്ടൂണും അത്ഭുതപ്പെടുത്തുന്നത്. അതായത് BJP എന്ന് പറയുന്ന താമരയെ നട്ടു വളർത്തുന്ന CPM-ന്റെ ഒരു എന്താണ് കുടമാണ്, വെള്ളത്തിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാത്രമാണ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. കാരണം BJP-യുടെ വളർച്ച ഇവിടെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് മറ്റു പല കാര്യങ്ങളുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മതം എന്ന് പറയുന്ന കറുപ്പ്, മനുഷ്യനെ മയക്കുന്ന കറുപ്പ്, അത് വെച്ചുകൊണ്ടാണ് അവരിവിടെ വളരുന്നത്. അതിനെ തടയുക എളുപ്പമൊന്നുമില്ല. വർഗസമരത്തിന്റെ സിദ്ധാന്തം വെച്ചുകൊണ്ട് ഈ ഒരു വലിയ ഭീകരമായ രൂപത്തിലുള്ള മതത്തിന്റെ കുത്തൊഴുക്കിനെ തടയാൻ എളുപ്പമല്ല. അതിനെയൊക്കെ വളരെ കൃത്യമായ വിമർശനത്തോടു കൂടിയും സ്വയം വിമർശനത്തോടു കൂടിയും ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ കാലത്ത് അത് നമ്മൾ ശ്ലാഘിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാർട്ടി അതിന് തയ്യാറായി. എത്രയോ പാർട്ടികളുടെ, കോൺഗ്രസ് മുതൽ താഴോട്ടേക്കുള്ള എത്രയോ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഈ സ്വയം വിമർശനാത്മകമായിട്ട് കൂടി ഇത്തരം കാര്യങ്ങളെ കാണുന്നു. ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ, ഇത് സഖ്യമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുമിച്ച് നിന്ന് കൈ ഉയർത്തിയാൽ പോരാ എന്ന് പറയാൻ ഒരു പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ പാർട്ടി കോൺഗ്രസിന്, മധുര പാർട്ടി കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.